പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ലോട്ടറി വെറ്റിംഗ് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു വ്യത്യസ്തമായൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ അവിടെ വരെ ഒന്ന് പോയി. എൻ്റെ കൂടെ നിങ്ങളും പോരുമല്ലേ? ഓക്കെ. ഇത് വളനാട്ടുള്ള മടിക്കാങ്കൽ ജൂബിലി ചേട്ടൻ്റെ വീടാണ്. ജൂബിലി ജേക്കബിൻ്റെ ഭവനത്തിലാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ പ്രോഗ്രാം നടക്കുന്നത് കണ്ടത്. നിത്യമായ ലോകവിജ്ഞനെ പാപദേശമേശിടാതെ പാദമാശ്രയിച്ചിടന്നേ പാവന പ്രകാശധാരയിൽ ലീനരായിടണമെന്നുള്ളേ സർവശക്തരായ ദൈവമേ. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രയത്നിച്ച എല്ലാവരും റിനുവിനെയാണ് നമ്മൾ റിനുവിനോടാണ് പ്രത്യേകം പറയേണ്ടത്. കാരണം റിനുവാണ് ഇതിന്റെ ആദ്യം നടപടി സ്വീകരിച്ചത്. മനസ്സിന്റെ മഷിപാത്രം തുറന്നു നോക്കെ കനവുകൾ പൂക്കുന്ന വസന്തം കണ്ടു. ഓർമ്മതൻ ചില്ലയിൽ പാടും കിളികൾ ഈരടിയായി പെയ്യും മധുര സ്വരം. മണ്ണിലെ ഗന്ധം നുകർന്നുണരും മലരുകൾ ചൊല്ലും മൗനമൊഴി. From Bahrain shore, my thoughts take flight to Kerala's heart, my guiding light. Matthew, Reena, Betty, Anisa, Sindhu, Deepa, Sheena, Beena, Shiny, Suresh, Rajesh, Ravi, Biju, Mini, Mol, Sudharma, all my friends, all my friends. എന്നാലും ബാക്കി എല്ലാവരും സജീവമായിട്ട് ഗ്രൂപ്പിലുണ്ട്. പക്ഷെ എനിക്ക് ഗ്രൂപ്പിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം ആദ്യം നമ്മള് പറ്റിയില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞു തന്നു. അവസാനമായപ്പോഴത്തേക്കും കയറാനൊരു മടി എന്ന് പറഞ്ഞാൽ എല്ലാരും എന്നാ പറയും, എന്നാ ഓർക്കും എന്നുള്ളൊരു രീതിയായി പോയി. പക്ഷെ നമുക്ക് അസൂയ തോന്നി. കാരണം ഈ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാര് സുരേഷൊക്കെ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. സുരേഷൊക്കെ ഭയങ്കര സജീവമാണ്. നമ്മുടെ സുരേഷ് എം പി, പിന്നെ റീന, ദീപ, അങ്ങനെ എല്ലാരും ആരെയും എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാരും സജീവമായിട്ട് ഗ്രൂപ്പിലുണ്ട്. പക്ഷെ ഈ ഗ്രൂപ്പ് ഇത്രയും നമ്മുടെ സജീവമാകാനുള്ള കാര്യം നമ്മുടെ ലേഡീസാണ്. കാരണം നമ്മുടെ കൂട്ടുകാരികളാണ്. കാരണം അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ എന്നേ ഈ ഗ്രൂപ്പ് നിന്നു പോയനായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടുകാരികൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും. ഞാനും ഇതിനുമൊക്കെ ഒരു പെട്ടെന്നൊരു ഇന്നാളം ഒരിടത്ത് വെച്ച് കൂടിയപ്പോ ഞങ്ങളൊരു ഗ്രൂപ്പ് NDR ചങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് ആ ഒരു 6 മാസം പോലും ആയില്ല. ആരും ഗ്രൂപ്പിൽ വരാറുമില്ല, ഒന്നുമില്ല, നിർജീവമായി പോയി. പക്ഷെ ഇത്രയും ഒരു സജീവമുള്ള കാര്യം നമ്മുടെ കൂട്ടുകാരികളാണ്. അവര് രാവിലെ എപ്പോഴും എല്ലാ കാര്യത്തിലും എല്ലാം ഇടപെട്ട് സജീവമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. എന്നാലും ഇത്രയും എല്ലാവരുടെയും തിരക്കിനിടയ്ക്ക് വരാൻ കാണിച്ച നന്മനസ്, അതുമല്ല എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തിയോണ്ട് നമ്മുടെ ഫാമിലി ആയിട്ട് ഇതിനകത്ത് കൂടാൻ പറ്റി. അതിനകത്ത് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിൽ എല്ലാവരും സഹകരിച്ചതിൽ എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാല് അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് വന്ന് പങ്കെടുക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിലായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വരാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും വേണ്ടി ഇത്രയും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷവും ഞങ്ങളുടെ ഫാമിലിയുടെ സന്തോഷമുണ്ട്. അത് നിങ്ങൾ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നു. പിന്നെ ഇവിടുന്ന് ദൂരം പറയുവാണെങ്കിൽ നമ്മള് ഏറ്റവും കൂടുതൽ ദൂരം വന്നിരിക്കുന്നത് എനിക്കൊന്ന് മിറാഷാണ്. എനിക്ക് തോന്നുന്നത് ഇൻഡോസ്റ്റേറ്റ് ഈറോട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. അത് നമുക്കൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്രയും ദൂരം ഇതിനുവേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. മിറാഷ് എത്തിച്ചേർന്നു. അതിന് ഭയങ്കരമായ സന്തോഷം. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ഞാൻ മിറാഷിന് നേരുന്നു. പിന്നെ എറണാകുളം, പിന്നെ തിരുവനന്തപുരത്ത് ബെറ്റി, തൃശ്ശൂര് അത് ഏറ്റവും കൂടുതൽ ദൂരം തൃശ്ശൂരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ. അല്ലാതെ ഈ കൂട്ടുകാരികളെ കാണാനുള്ള തൃശ്ശൂരിൽ നിന്ന് വന്ന ദീപ വലിയ എന്ന് പറഞ്ഞാലും വന്നു. അതിനൊക്കെ വളരെ സന്തോഷം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തൊട്ടത് ഷീന, പേര് പറയാനിരിക്കുന്നില്ല.
പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ അടുത്തുള്ളവരാണ്. പിന്നെ എറണാകുളം നമ്മുടെ പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രദീപ് എറണാകുളം, പ്രദീപിനല്ലേ പിണക്കം തോന്നും. കാരണം ഈ കാർഡും പൂവൊക്കെ പ്രദീപിന്റെ ഒരു സജഷനാണ് കേട്ടോ. ഈ കാർഡ് പൂവൊക്കെ തന്നെ പ്രദീപ് പ്രത്യേകം പറഞ്ഞു കാർഡ് പൂവൊക്കെ വെക്കണം, എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രദീപ് തന്നെ വളരെ പേര് എന്നോട് പറഞ്ഞു അവരൊക്കെ വരുമ്പം എന്നെ ഒന്ന് കൊടുപ്പിക്കാനായിട്ട് നിൽക്കണം എന്നൊക്കെ പ്രദീപിനോട് പറഞ്ഞു. ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഒന്നുകൂടെ എല്ലാവരെയും നമ്മുടെ ഗ്രൂപ്പിലെ പിന്നെ റിനുവിനെയും നെയ്സാമ്പ പെണ്ണിനുള്ള അവരെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കാം. പിന്നെ റിനുവിനെയാണ് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു റിനുവിന്റെ പേര് പറയുന്നത്. റിനു മാത്യു ടി കുര്യാക്കോസാണ്. റിനു ഞാൻ റിനു എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം 40-45 വർഷമായിട്ടുള്ള ഒരു ഞങ്ങളുടെ ബന്ധമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് റിനു ഫോം ചെയ്യുന്നത് ഈ ഗ്രൂപ്പ്. എന്നാലും സജീവമായിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് വന്നതിലും എല്ലാവരുടെ സഹകരണത്തിൽ നന്ദി പറയുന്നു. എല്ലാവരെയും ഞാൻ വ്യക്തിപരമായി എന്റെ കുടുംബത്തിൽ എന്റെയും മോന്റെയും മോളുടെയും വൈഫിന്റെയും എല്ലാവരുടെയും പേരിൽ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു. ജൂബിലി ഇത്രയും ഗംഭീര പ്രസംഗം നടത്തുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ആരെങ്കിലും വിചാരിച്ചോ? ആണോ? എന്തായാലും കുഴപ്പമില്ല. ഭയങ്കര സന്തോഷം ജൂബിലി. ഇത്രയും നല്ല ഒരു ആംബിയൻസ് അത് ഇല്ലാണ്ടാണ് ഞാൻ അത്യാവശ്യം വേണമെങ്കിൽ ഞാൻ ബെറ്റിനെ രംഗത്ത് പറയാലോ. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇത്രയും നല്ലൊരു വെൽക്കം നമുക്ക് തന്നതിന് ഭയങ്കര സന്തോഷം, നന്ദി. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഒരു കാര്യപരിപാടി നിന്ന് പലർക്കും ഇങ്ങനെ മുഖം കണ്ടപ്പം ഓക്കെ ഇന്നതൊക്കെയാന്നുള്ളതല്ലാതെ നമ്മൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയില്ല. അപ്പൊ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോയാൽ മതിയോ? ഓക്കെ. അപ്പൊ നമ്മുടെ ജൂബിലിനെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, ഭയങ്കര ബോറായി പോയി. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ +2 സെന്റ് തോമസ് കോളേജ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി സെന്റ് ജോർജ് കോളേജില് 98 മുതൽ ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രിൻസിപ്പൾ ആകാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ നമ്മുടെ ഈക്കത്തോട് സാറ്, അവരൊക്കെ ഫാൻസി സാറ്, അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പിന്നെ മെത്തേഡ്സ് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. CBSE സ്കൂളില് നല്ല അടി കൊടുക്കുമായിരുന്നു ആദ്യം. ഇപ്പൊ അടിച്ച പോലീസ് സ്റ്റേഷൻ പോകണം, അതുകൊണ്ട് അത് നിർത്തി. എനിക്ക് ഇപ്പൊ ഞാൻ ഈറോഡാണ്. 2014 ഇപ്പോഴുള്ള സ്കൂളിൽ ജോയിൻ ചെയ്തതാണ്. സ്കൂളില് ഒരു 1,600 സ്റ്റുഡൻസ് ഉണ്ട്. നന്നായിട്ട് പോകുന്നു. ഭാര്യ MA B.Ed എക്കണോമിക്സ്, ഹൗസ് വൈഫാണ്. എനിക്ക് 5 കുട്ടികളാണ്. എല്ലാവരും മൂത്ത മോള് പിന്നെ കല്യാണം കഴിഞ്ഞു, ബാംഗ്ലൂര് ഒരു സെറ്റിലാണ്. രണ്ടാമത്തെ മകൻ B.Tech കമ്പ്യൂട്ടർ സയൻസിന് MIT പൂനെയിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകനാണ് അവന് B.Tech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BIT വെല്ലൂരിൽ പഠിക്കുന്നു. 4ാമത്തെ പയ്യൻ നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 5ാമത്തെ മകളാണ് 8ാം ക്ലാസ്. ഇതാണ് എന്റെ ഒരു കുടുംബം. വേറെ സംശയമൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്റെ പേര് ജോസി തോമസ്. ഞാൻ മുണ്ടപ്പള്ളിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മുണ്ടപ്പള്ളിയിലാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അതിന് 10ാം ക്ലാസ്സിന് ശേഷം പ്രീ ഡിഗ്രി നമ്മൾ കുറച്ചുപേരൊക്കെ സെന്റ് തോമസ് എൻ്റെ കൂടെ പഠിച്ചു. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മുണ്ടക്കയത്തൊരു സെന്റ് തോമസ് സ്പോർട്സിന് ഹാർഡ്വെയർ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടയത്തു നിന്നാണ്. വൈഫിന്റെ പേര് റീമ ജേക്കബ്. എനിക്ക് 2 പിള്ളേരാണ്. മൂത്തത് 2 പിള്ളേരും ബാംഗ്ലൂരാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മൂത്തവൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഇപ്പൊ CA പഠിക്കുന്നു. രണ്ടാമത്തെ മോന് ഇപ്പം EY പ്ലേസ്മെന്റ് ആയി. അവന് ജോയിൻ ചെയ്യാൻ തുടങ്ങും. എല്ലാവർക്കും ഈ ഗ്രൂപ്പിലേക്ക് ഒരു സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.
എൻ്റെ പേര് ബിജുമോൻ പി എച്ച്. എൻ്റെ പേര് ബിജുമോൻ പി എച്ച്. എല്ലാവർക്കും എന്നെ പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലീഡർ ആയിരുന്നു. അസംബ്ലിയിലൊക്കെ എല്ലാവരും എന്നെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും കണ്ടാൽ ഇപ്പോൾ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു വരുന്നു. എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10th ശേഷം സെന്റ് തോമസിൽ പ്രീ ഡിഗ്രി പോയി. അതിനുശേഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായി. അത് കഴിഞ്ഞ് കുറെ കാലം ശേഷം നമ്മുടെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. വൈഫിന്റെ പേര് ദീപ്തി. 2 കുട്ടികളാണ്. മൂത്ത മോനെ +2, ഇളയ മോള് 10th ഈ വർഷമാണ്. ഇതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. പിന്നെ ജൂബിലിയുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഫോർമേഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു ANDR ചാൻസ് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, പക്ഷെ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നില്ല. പലരും ഈ ഗ്രൂപ്പിലുള്ള പോലെ തന്നെയായിരുന്നു ആ ഗ്രൂപ്പിൽ ഞാൻ. ഈ ഗ്രൂപ്പിൽ വളരെ സജീവമല്ല. നമ്മുടെ സാഹചര്യവും തിരക്കും ഒക്കെ കാരണം അതിനകത്ത് സജീവമായി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ യാദൃശ്യമായിട്ട് ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഈ ANDR ചാൻസ് ഗ്രൂപ്പിൽ വന്ന ഒരു ഫോട്ടോ, ഈ അടുത്ത കാലത്ത് വന്നൊരു ഫോട്ടോ ഞാൻ കണ്ടു. അതിനകത്ത് പ്രദീപ്, ജൂബിലി, മാത്യു, റിനു, പിന്നെ വേറെ മനേഷ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇല്ല, വേറെ അയൂബ് നമ്മുടെ ബാച്ചല്ല, പോക്കർ തന്നെ നമ്മുടെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ആവശ്യമായിട്ട് ആ ഫോട്ടോ ഉണ്ട്. അപ്പോഴാണ് ഞാൻ മാത്യുവിനെ വിളിക്കുന്നത്. മാത്യുവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ മാത്യുവിനെ ഞാൻ റാന്നി ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തില്ല. പിന്നീട് മാത്യുവിനെ തിരിച്ചു വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനിപ്പോ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വിളിച്ച സമയത്ത് ഞാൻ മാത്യുവിനോട് പറയുന്നത് ഇങ്ങനെ നമുക്ക് എല്ലാവരും ഇവിടെ റീയൂണിയൻ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാച്ചിന്റെ വകയായിട്ട് ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല, ആരെയും പരസ്പരം അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരു റീയൂണിയൻ അറേഞ്ച് ചെയ്തുകൂടെ എന്ന് മാത്യുവിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ മാത്യുവിനോട് പറഞ്ഞു ഞാൻ ജൂബിലിയോട് സംസാരിക്കട്ടെ, സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂബിലിയോട് സംസാരിക്കുന്നു. അടുത്ത ദിവസം മാത്യുവിനെ വിളിച്ച് രാജേഷ് എന്റെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രാജേഷും മാത്യുവും കൂടെ രാവിലെ എന്റെ ഓഫീസിൽ വന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന 86 മെമ്മറീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ആവുന്നത്. അവിടെ വെച്ച് രാജേഷിനോട് പറയുന്നത് ഇവിടെ നമ്മൾ സ്കൂളിൽ വന്നിട്ട് അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ കോപ്പിയൊക്കെ എടുക്കണം. അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ കോപ്പിയൊക്കെ എടുത്തിട്ട് ഓരോരുത്തരായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയത്. ഏകദേശം 70 പേരോളം നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ട്. ഇനി നമുക്കൊരു 10-35 ആൾക്കാരെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ എല്ലാവരെയും സമഫലമായിട്ട് അവരെ കൂടെ കണ്ടെത്തി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് കുറേ സമയമുണ്ട്. ഒരു ജനുവരി മാസത്തിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നത് അല്ലെ? ജനുവരി മാസത്തിലേക്കാണ് നമ്മൾ റീയൂണിയൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ കൂട്ടുകാരെയും ഈ ഒരു കൂട്ടായ്മയിലേക്ക് ചേർക്കുന്നതിനും നമ്മുടെ നിലവിലുള്ള എല്ലാവരുടെയും ശ്രമം അതിലേക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫോർമേഷൻ നമുക്ക് ഇവിടെ ഇന്ന് നടത്തേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല, പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. മൈക്കിന്റെ കാര്യത്തിൽ തീരുമാനമായോ? എന്റെ ശബ്ദം കേൾക്കാൻ നല്ലതല്ല, അതുകൊണ്ട് തന്നെ മൈക്കും കൂടി മോശമായി കഴിഞ്ഞാൽ മൊത്തം ബോറാകും. അല്ലേ, അതുകൊണ്ടാണ് ഞാൻ 30 കൊല്ലം പഠിപ്പിച്ച് പിടിച്ചത്. സൗണ്ട് നല്ലതായിരുന്നാലും പണ്ടായിട്ട് പിന്നെ രാജിവെച്ച് പോകേണ്ടി വന്നേനെ. ഇപ്പൊ റിട്ടയർമെന്റ് വരെ നിന്നതിന്റെ സൗണ്ടിന്റെ ഗുണം കൊണ്ടാണ്. കാരണം ഉറങ്ങി കിടക്കുന്ന പിള്ളേർ ചാടി കേൾക്കും. പാട്ട് പാടി ചെയ്യാമോ? അത് പണ്ട് നിനക്ക് ആരാധന കൂട്ട കാലത്ത് നീ വിചാരിച്ചതല്ലേ? അത് യശയുടെ സൗണ്ട്, ശ്രീവിദ്യയുടെ സൗന്ദര്യം, അങ്ങനെ പലതും ഓർത്തിട്ട് കാണും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബെറ്റിമോൾ ബന്ധു 30 സർവീസിൽ നിന്ന് ഒഫീഷ്യലി പിരിയാണ്. അപ്പൊ കൂടെ പഠിച്ചവർക്ക് ഇപ്പൊ എന്നോട് ചോദിച്ചു 56 വയസ്സായോ? അപ്പൊ ഈ കൂടെ ഇരിക്കുന്നവർക്ക് പോലും അറിയത്തില്ല നമുക്ക് 56 വയസ്സാകുമ്പോ പിരിയണമെന്നുള്ളത്. ഇപ്പോഴേ എന്തിനാ പിരിയാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ കറക്റ്റായിട്ട് ഏപ്രിൽ 30 ആകുമ്പോഴേക്കും ഈ 56 റെക്കോർഡിങ്ങിന് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ ഈ വർഷം ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. എന്റെ റിട്ടയർമെന്റ് വർഷമാണ്. എനിക്ക് 2 മക്കളും ഒരു ഭർത്താവുമാണ് നിലവിലുള്ളത്. ഒറ്റ ഒരു ഭർത്താവ്. അപ്പൊ
ഈ മക്കളെ രണ്ടുപേര്, മൂത്ത മോള് ചെമ്പഴന്തി SN കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയാണ് എൻ്റെ മൂത്ത മകള്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആൾക്കാരില് ഏറ്റവും പ്രായം കൂടിയ പിള്ളേരുള്ള ആള് ഞാനായിരിക്കും. എൻ്റെ മോൾക്ക് 33 വയസ്സ് കഴിഞ്ഞു. അവള് നേരത്തെ കല്യാണം കഴിഞ്ഞുണ്ട്. അപ്പൊ അവള് ചെമ്പഴന്തി SN കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയാണ്. അവളുടെ കുഞ്ഞുണ്ട്. ആ കുട്ടിക്ക് 6 വയസ്സുണ്ട്. ഇനിയിപ്പോ 1ാം ക്ലാസ്സിലേക്ക് വരുന്നു. പിന്നെ മോളുടെ ഹസ്ബൻഡ് ആലപ്പുഴ SD കോളേജില് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. രണ്ടാമത്തെ മോളെ എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഗേറ്റ് പൂർത്തിയാക്കി. ഗേറ്റ് എക്സാം കഴിഞ്ഞ് എൻ്റെ സ്കോർ ഒക്കെ ആയിരിക്കുന്നു. എൻ്റെ പേര് രാജേഷാണ്. ഞാൻ നേരത്തെ പോലെ ഞെർക്കാട് താമസിക്കുന്നത്. ഇപ്പോഴും ഞെർക്കാട് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും പരിചയമാണെന്ന് എല്ലാവരും വിളിക്കാറുണ്ട്. എല്ലാവരെയും ഞാൻ വിളിക്കാറുണ്ട്. അത് കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും. വിളിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? ഇല്ലല്ലോ, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും വിളിക്കാറുണ്ട്, അതുകൊണ്ടറിയാം. അപ്പൊ നമുക്ക് കൈത്തറി നെയ്ത്താണ് നേരത്തെ പോലെ പണിയുണ്ട്. അതുപോലെ ഉള്ളതാണ്. ഇപ്പോഴും കൈത്തറി നെയ്ത്ത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഞങ്ങൾ ഒരാള് +2 കഴിഞ്ഞ് ലാപ്ടോപ്പിന്റെ മെക്കാനിക്ക് പഠിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ലൊരു സുപ്രഭാതമായിരുന്നു. പിന്നെ സാരല്ല, നമ്മളിപ്പോ ആദ്യമല്ലേ കാണുന്നത്. എല്ലാവരെയും കാണാതെ ഇരുന്നിട്ടുണ്ട്. 40 വർഷത്തിനിടയിൽ ചിലരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. നമ്മള് ജൂബിലി, റിനു ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കൂളിൽ പോയി എല്ലാവരും ഇതൊക്കെ എടുത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരുടെയും കോണ്ടാക്ട് ഒക്കെ കിട്ടിയിരുന്നത്. അപ്പൊ രാജേഷിനെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ പോകുന്നത്. പിന്നെ എന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പ്രദീപിക്ക് എന്റെ അമ്മ ഇവിടെ ഒരു ടീച്ചറായിരുന്നു, തയ്യൽ ടീച്ചറായിരുന്നു. അങ്ങനെ അറിയുന്ന കുറെ ആൾക്കാർ കുറെ പേരുടെ അറിയാം. ഞാനിപ്പോൾ പരമാവധി അമ്മ ടീച്ചർ, തയ്യൽ ടീച്ചറായിരുന്നു പഴയനാട് സ്കൂളില്. ഞാനിപ്പോൾ തൃപ്പൂണിത്തറയിലാണ് താമസം. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് PG കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. രണ്ടാമത്തെ ആള് +1 ആണ്. ഞാനൊരു കളമശ്ശേരിയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. കുറച്ചാള് വിദേശത്തായിരുന്നു, സൗദിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ അവിടെ കാണുന്നു. ഏതായാലും ഇങ്ങനെ ഒരു അവസരം ഇങ്ങനെ എല്ലാവരെയും കാണാം. ഇതിൽ കൂടുതൽ ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ച, എന്നാലും ഇത്രയും ആൾക്കാർ വന്നത് തന്നെ വളരെ സന്തോഷകരം. എല്ലാവർക്കും നന്ദി. നമസ്കാരം. എന്നെ കുറച്ചുപേർക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്റെ പേര് സിബി മാത്യു എന്നാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ BCA കഴിഞ്ഞ് ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത്. രണ്ടാമത്തവൻ CA പഠിക്കുന്നത് എറണാകുളത്ത്. ഒരു ഭാര്യ, വിട്ടു പറഞ്ഞ ഒരു ഭാര്യയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചീരാറ്റുപുഴയ്ക്ക് അടുത്ത തീക്കോയി എന്ന സ്ഥലത്ത് ഒരു ക്വാറിയുടെ വാടകയിലായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പോലെ ക്വാറി പാറ പൊട്ടിക്കുന്ന ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയും ഇപ്പോൾ അതിനൊരു മാനേജറായിട്ട്, മാനേജർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയൊരു ഷെയർ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ താമസിക്കുന്നത് അന്ത്യ ടൗണിനകത്ത് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് എന്റെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് പറഞ്ഞോട്ടെ, രാജേഷിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. വളരെയേറെ എഫോർട്ട് കൊടുത്താണ് രാജേഷിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഞാൻ കണ്ട അയൽവക്കാരെ തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഇറക്കിയ ഹീനോട് പറഞ്ഞാൽ ഞാനാണെന്ന്. എന്റെ പേഴ്സണൽ പറയാറുണ്ട്. ഞാൻ ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. 5-6 മാസമായി, 6 മാസമായി, 5-6 മാസമായി. ഇപ്പൊ 2 പിള്ളേര്, മൂത്ത ആള് CA പഠിക്കുന്നു, ഇളയാള് ഇപ്പം JEE എഴുതിയിട്ടില്ല. ഇതാണ് ഭാര്യ ഹൗസ് വൈഫാണ്. ഇത്ര വലിയ പേഴ്സണലായ കാര്യങ്ങളുണ്ട്. ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടത്തിൽ പഠിച്ച അല്ലെങ്കിൽ ജനിച്ച നാടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള അവസ്ഥയാണ്. നമ്മൾ എവിടെ വെച്ച് കണ്ടാലും കൂട്ടത്തിൽ പഠിച്ചവരെയും അതുപോലെ തന്നെ നമ്മൾ ജനിച്ച നാട്ടിൽ ഉള്ള ആളുകളെയും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടപ്പിറപ്പിനെ കാണുന്ന പോലെ ഒരു സന്തോഷമാണ്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകളെ അറിയത്തില്ല. കാരണം നമ്മളിപ്പോ പലയിടത്തുമായിട്ട് താമസിക്കുന്നു, പല സ്ഥലങ്ങളായിട്ട് മാറി മാറി താമസിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 40 വർഷത്തിന് മുമ്പ് കണ്ടവരാണ്.
ഈ 40 വർഷത്തിന് മുമ്പ് കണ്ട ഓർമ്മയിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുറെ ആളുകളുണ്ട്. ബാക്കിയെല്ലാം നമ്മളെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മള് ഈ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയ രാജേഷ്, അതുപോലെ തന്നെ ജൂബിലിയൊക്കെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എത്ര വർഷം മുമ്പ് നമ്മളെ കൊണ്ട് ഇപ്പൊ പറഞ്ഞല്ലോ, പലരും മൺമറഞ്ഞു പോയവരുണ്ട്, പലരെ അറിയാൻ മേലാത്തവരുണ്ട്, ഇന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. എങ്കിൽ ഇത്രയും പേരെങ്കിലും കൂടാൻ പറ്റിയത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോ ഉദ്ദേശിപ്പിക്കുന്നത് സമയം പോയത് ജോസി പറഞ്ഞു, സമയം പോയി, അതുകൊണ്ട് കൂടുതൽ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പത്താനത്തിൽ നിന്നാണ്, ഈ പഞ്ചായത്ത് തന്നെയാണ്. എനിക്ക് 2 മക്കളൊക്കെ, പിന്നെ ഇളയ പെൺകൊച്ച് നേഴ്സിംഗ് പഠിക്കുന്നു, ചെറുക്കൻ +2 ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ അവര് ഡിഗ്രിക്ക് ചേർന്നിട്ട് അവർ പോയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അവർ ITI കൊണ്ട് ചേർത്ത് അതിന് പോയില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെയൊക്കെ കാലം പോലെ അല്ല, തല്ലി പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇന്നത്തെ പിള്ളേർ എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല. നമ്മളെയൊക്കെ മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ എന്നതായാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ അവനെ കുറ്റം പറഞ്ഞല്ല, പഠിക്കാൻ കഴിയില്ലായിട്ടോ, നമ്മളെ കുറ്റമൊന്നും അല്ല. നമ്മളെക്കാളൊക്കെ പഠിക്കാൻ ഒത്തിരി കഴിവുള്ള ആളുകളാണ് എന്റെ പിള്ളേരൊക്കെ, നല്ല കഴിവൊക്കെ ഉണ്ട്. പക്ഷെ അവരവിടെ വെച്ച് പഠിത്തം നടത്തിയിട്ട് അവരിപ്പോ ഒരു വണ്ടിയെ കണ്ടക്ടറായിട്ട് പോകും, കണ്ടക്ടർ ലൈസൻസ് ഒക്കെ എടുത്ത്. ഞാനിപ്പോ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ അവര് ഡിഗ്രിക്ക് ചേർത്തിട്ട് പോയില്ല, അവരെ കൊണ്ട് ITI ചേർത്തിട്ട് പോയില്ല എന്ന് പറയുമ്പോ അത് അവൻ പല കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഡിഗ്രിക്ക് ചേർന്ന് ദൂരെ കൂടുതലാണ്. ITIക്ക് പോയപ്പോ അവന്റെ കൂട്ടത്തിൽ പഠിച്ചെടുത്ത് ചെറുക്കാൻ വെള്ളത്തിൽ നോക്കി മരിച്ചു. അവിടെ ഞാൻ കൊണ്ട് പോവുകയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാനിപ്പോ എന്റെ സ്വയം വിമർശനം എന്നുള്ളത്, നമ്മുടെയൊക്കെ മക്കള് നല്ല ഒരു ഉന്നത നിലയിൽ എത്തണമെന്നൊക്കെ നമ്മൾക്കൊന്നും ആകാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രീ-ഡിഗ്രി വരെ പഠിച്ചു. ഞാൻ പ്രീ-ഡിഗ്രി കൊണ്ട് പഠിച്ച് നിർത്തിയിട്ട് അവിടെ നടന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് വരുന്നത്. രാഷ്ട്രീയത്തിൽ കുറെ കാലം, 30 വർഷക്കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു. പഠിത്തം ഒന്നുമല്ലാതായി കഴിഞ്ഞ്, ഒന്നുമല്ലാതായതല്ല, ഞാൻ നിർത്തി പോകുന്ന. അത് ചോദിച്ചാൽ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി പോകും, ഞാൻ സമൂഹത്തെ ഒന്നുമില്ലാത്തതായി മാറും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് നിർത്തിയത്. ഇപ്പൊ ഞാൻ കൃഷിപ്പണിയായിട്ട്, എനിക്ക് 1-2 ഏക്കർ സ്ഥലം മലയുടെ മുകളിലുണ്ട്. അവിടെ കൃഷിപ്പണിയായിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ എന്റെ 2 മക്കള്, ഭാര്യ, നിങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു ഭാര്യ ഉള്ളായിരിക്കും, ഇവിടെ നല്ല പറഞ്ഞാലേ ഒരു ഭാര്യ ഉള്ളു. അങ്ങനെ പോകുന്നു. എല്ലാം സന്തോഷം. ഇനിയും നമുക്കിത് വിപുലമായിട്ട് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം. അതിനെപ്പറ്റി ആരും പറഞ്ഞു. നമ്മള് എന്റെ പേര് സാബു കെ പി. ഞാൻ എളങ്കാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഏന്തയാണ് താമസിക്കുന്നത്. ഇവിടെ വന്നിട്ട് 9 വർഷമായി. ബ്ലാക്കരയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് വസ്തുണ്ട്, അവിടെ 2 ഏക്കർ വസ്തുണ്ട്. എല്ലാ കൃഷിക്കാരുണ്ട്. കൊടിയും കാപ്പിയും റബ്ബറും ഒക്കെ ആയിട്ട് കൃഷിയുണ്ട്. ഞാൻ ആ കൃഷിപ്പണിയായിട്ട് മുന്നോട്ട് പോകുന്നു. ചെറിയ പാട്ടമുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. ഇത്രയൊക്കെ മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇത് മുന്നോട്ട് പോകണമെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകണം. നമ്മളിപ്പോ ഇല്ലാത്തവരെ കൂടെ കൂട്ടി നമ്മുടെ അധ്യാപകരുണ്ട്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അധ്യാപകർ, നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടി ഒരു യോഗ ഇതുപോലെ വിപുലമായിട്ട് കൂടണമെന്നും എനിക്ക് തന്നെ ഒരു റിസ്ക് ആണ് പറയുന്നത്. എല്ലാവരും അംഗീകരിച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ലാസ്റ്റലാണ്. പേര് അനർത്ഥമായിക്കൊണ്ട് ഞാനിപ്പം 93-94 കാലഘട്ടം തൊട്ട് ഞാൻ മുണ്ടക്കയത്താണ് താമസിക്കുന്നത്. ഞാൻ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. ചെറിയ വീട് പണിയുക, പിന്നെ വാഹനം വിൽക്കുന്ന, അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. എനിക്ക് 2 കുട്ടികളാണ്. മൂത്തയാള് MBAക്ക് പഠിക്കുന്നു. എല്ലാമായിട്ട് നല്ല പരിചയമുള്ളതാണ്. ഞങ്ങളുടെ കുടുംബപരമായിട്ടും എല്ലാവരും നല്ല പരിചയമുണ്ട്. എല്ലാവരും കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പ്രത്യേകിച്ച് രാജേഷിന്, അതുപോലെ തന്നെ വിനു, അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതുകൊണ്ട് 2 അനിയന്മാരുണ്ട്. അനിയന്മാരൊക്കെ വിവാഹം കഴിച്ചു. ഒരാള് അവിടത്തെ മരിച്ചുപോയി. പിന്നെ പെങ്ങളൊക്കെ പെങ്ങളെ വിവാഹം കഴിച്ചു. പിന്നെ ഞാൻ ആ മലപ്രദേശത്ത് 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വിവാഹമൊന്നും കഴിച്ചില്ല. അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഇപ്പം. അങ്ങനെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
പ്രത്യേകിച്ച് ഈ ജോലിയോടും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി തരാനായിട്ട് ഉണ്ടായ സാധ്യത കൊണ്ടുള്ള ജോലിയോട് നന്ദി പറയുന്നു. ഇതിനായിട്ട് രാജേഷാണ് എന്നെ ബന്ധപ്പെട്ട് ഈ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാനും ഇങ്ങനെ ആക്കിയത്. ഡൽഹിയിൽ ജോലി ചെയ്താണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. ഞാൻ പർത്തയിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ വിവാഹത്തിലാണ് 2 കുട്ടികൾ. മൂത്ത ആള് 2 മോനാണ്. ഒരാൾ വിവാഹം കഴിച്ചു, ഒരാള് വിദേശത്താണ്. എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 1986 10ാം ക്ലാസ് ബാച്ചിൻ്റെ റീയൂണിയന് മുന്നേ ആയിട്ടുള്ള ഒരു പ്രാരംഭ മീറ്റിംഗ് ആണ് NDR ഡോഗരിയുടെ വീട്ടിലോട്ട് നടക്കുന്നത്. NDR JJ മർഫി മെമ്മോറിയൽ സ്കൂളിലെ 2ാമത്തെ ബാച്ച് ആണ് ഞങ്ങൾ 1986 SSLC പാസ് ഔട്ട് ആയത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് അടുത്ത ഒരു ജനുവരി മാസത്തോടു കൂടി എല്ലാവരെയും നമ്മുടെ 10ാം ക്ലാസ് ബാച്ചിലെ എല്ലാ കൂട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ടുള്ള മീറ്റിംഗാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഞാൻ അതിയായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വരുന്ന റീയൂണിയൻ പ്രോഗ്രാമിലേക്ക് എങ്ങനെയായിരിക്കണം ആ പ്രോഗ്രാം നടക്കേണ്ടത്, ആ പ്രോഗ്രാമിൽ എന്തൊക്കെ പരിപാടികളാണുള്ളത്, ആരെയൊക്കെ ക്ഷണിക്കണം, നമ്മുടെ ടീച്ചർമാരെയും നമ്മുടെ അധ്യാപകരെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടികളാണ് ഇന്നിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് ഈ മീറ്റിംഗ് വളരെയധികം ഭംഗിയായി നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിലേക്ക് കുറേയധികം കമ്മിറ്റികളെ, കുറേയധികം ആൾക്കാരെ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ട് അവർ വഴി ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഞാൻ മോള് ഈക്കോയിലാണ് താമസം. എനിക്ക് 2 കുട്ടികളെ, ആൺമക്കളാണ് 2 പേര്. ഇളയാള് +1 പഠിക്കുന്നു. മൂത്തത് പിന്നെ ഇലക്ട്രോണിക്സിന്റെ പഠിച്ച് ട്രെയിനിങ്ങിന് മുണ്ടക്കയം പേര് കമ്പനി ജോലി ചെയ്യുന്നു. എനിക്ക് ഞാൻ അറിയിട്ടില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായിരുന്നു. ഞാൻ ചോദിച്ചത് ഏതാന്ന് ചോദിച്ചു, അന്നേരം എന്നോട് പറഞ്ഞത് രവി എന്നാണ്. കാണുന്നില്ലല്ലോ. ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടോ? അതിന്റെ അറിയില്ലായിരുന്നു. ആർക്ക് വരുന്നവരും എല്ലാവരും അറിയായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഉഷാകുമാരി CP. 10 സിയിലാണ് പഠിച്ചത്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് പൂപ്പള്ളിയിൽ. എനിക്ക് 2 മക്കള്. മോള് കല്യാണം കഴിച്ചു, അവള് ഫാഷൻ ഡിസൈനർ. മോന് ഷിപ്പയിലാണ് ജോലി, അമേരിക്കയില്. ഞാൻ ഭർത്താവ് പൂപ്പള്ളിയിൽ. എല്ലാവർക്കും നന്ദി. ഞാൻ 10A-യിലാണ്, അല്ല 10B-യിലാണ്. അതിന്റെ എന്റെ പേര് ബീന പി മാത്യു. ഞാന് 10B-യിലായിരുന്നു. എന്റെ കല്യാണം കഴിച്ചിട്ടേക്കുന്നത് ചോട്ടിയിലാണ്. ഞാനിപ്പോ കുമളിയിൽ താമസിക്കുന്നു. എനിക്ക് 1 മോളാണ്, 22 വയസ്സായി, അടുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കുമളിയിൽ താമസിക്കുന്നു. എനിക്ക് 1 മോളാണ്. ഞാൻ കൃഷി ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. ഇന്നല്ല, ഇടയ്ക്ക് വിളിച്ചായിരുന്നു. വളരെ സന്തോഷമുണ്ട്. 40 വർഷങ്ങൾക്ക് ശേഷം മഫി പഠിച്ച കുട്ടികൾ എല്ലാവരും കൂടി കൂട്ടായ്മ രൂപീകരിക്കുവാനായിട്ട് 86 എല്ലാവരും കൂടി
ഒന്ന് ഒത്തുചേരാനായിട്ട് അവസരം ഉണ്ടാക്കി. അതിന് മുൻപന്തിയിൽ നിന്നത് നമ്മുടെ രാജേഷാണ്. രാജേഷ് ലീഡില് മാറ്റിയിട്ട് റിനു, ഞങ്ങളെല്ലാം റിനു എന്നാണ് വിളിക്കുന്നത്. നെയ്സാമിനെ ഞാൻ വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട്. പലരെ മിക്ക ആൾക്കാരെ ഞാൻ പേര് പറഞ്ഞു, അവരൊക്കെ എന്നെ തിരിച്ചറിയും. മയ്യന്തിയാർ ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. മയ്യന്തിയാർ ഗ്രൂപ്പിന്റെ അഡ്മിനാ നൈസാം. നെയ്സാം നമ്മുടെ പാറത്തോട് പഞ്ചായത്തിൽ തന്നെയാണ്. ഞാൻ ചോറ്റി താമസിക്കുന്നു. നെയ്സാം ആനക്കല്ല. നെയ്സാമിനെയൊക്കെ വല്ലപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. എന്നാണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഇതൊന്ന് രൂപീകരിച്ച് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എല്ലാവരും അത് പരസ്പരം കാണാം. ആരും തമ്മി അറിയാത്ത ഒരു കണ്ടീഷനിലേക്ക് ഏകദേശം ഇപ്പൊ എല്ലാരും ഒന്ന് ഒത്തുചേർത്ത് കൊണ്ടുവരാണ്ട് കിടഞ്ഞ് പരിശ്രമിച്ച രാജേഷിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിനോട് ചേർന്ന് എല്ലാരും എത്തിച്ചേർന്നതിലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരെന്താ ചർച്ച ചെയ്യുന്ന അറിയത്തില്ല. ഇപ്പൊ എല്ലാരും കൂട്ടിയിണക്കി ഒന്ന് കൊണ്ടുവന്ന് 100-150 പേര് കാണത്തില്ലോ. 100 പേര് ആകെ വരുള്ളൂ. 104 പേര് എല്ലാ ദിവസവും 40 പേര് 40 പേര് വെച്ച് ഇല്ല 35-34. അപ്പൊ ഇതിലേക്ക് പങ്ക് ചേരാൻ ഞാനും എത്തി. വളരെ സന്തോഷമുണ്ട്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധ്യമാകട്ടെ എന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്ദി. ഞങ്ങളാരും സ്വന്തമല്ല പറഞ്ഞ മനസ്സിലാക്കും. ഏവരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുവാണ്. വളരെയധികം സന്തോഷമുണ്ട്. എത്രയോ വർഷം, 40 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും പ്രദീപേ ഇപ്പൊ ഏകദേശം മിക്കവരുടെയും പേരുകൾ ഞാനാ പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര മനസ്സിലായി? റീനായി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ അന്നത്തെ ഷീനായ്ക്ക് ഒരു മാറ്റം ഞാൻ കാണുന്നില്ല. അതുപോലൊക്കെ തന്നെ എനിക്ക് ദീപ വണ്ണം വെച്ചു. അനൂപി ജോസ്, ഉമാദേവിയെ കാണാറുണ്ടായിരുന്നു. സലിലയുടെ അനിയത്തിയെ കാണും. പൂവാട്ടി സിന്ധുവിന് വണ്ണം വെച്ചു. പിന്നെ അറിയാതെ ബീനായെ ഒക്കെ അറിയാം, ഷൈനിയെ അറിയാം, ഷൈനി തോമസ്, ഹനീസ, മോൾ സിന്ധുവിനെ കാണാറുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഏകദേശം രാജേഷാണ് ഇതിന് മുൻപന്തിൽ നിന്നത്. എല്ലാരെയും ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാരെയും യോജിപ്പിച്ച് ഇങ്ങനെ ഒരു യൂണിയൻ കൂടുവാനായിട്ട് ഇന്ന് സാധിച്ചു. ബാക്കി എല്ലാരെയും കൂടെ കോർത്തിണക്കി ഒരു മാലയിലെ മുത്തുകൾ പോലെ നമുക്ക് ഒന്നിച്ചു പോകാൻ ബീന കുമളിയിലല്ലേ. പിന്നെ നമ്മുടെ ഒരു സതി ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരം. എല്ലാത്തിനും മിക്കവരും ഗവൺമെന്റ് എംപ്ലോയി ആണെന്നാ തോന്നുന്നത്. പാവപ്പെട്ട ഞങ്ങളെയൊക്കെ ഗവൺമെന്റ് എംപ്ലോയി വിദേശത്തുള്ളവരൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പൊ പിന്നെ റീന അങ്ങ് തടിച്ചു. അന്നത്തെ സ്പോർട്സ് അതാ ഞാൻ എന്റെ മനസ്സിലിരുന്നേ. പക്ഷെ ബാക്കി എല്ലാവരും ഒന്നും അങ്ങനെ എല്ലാവർക്കും ഒരുവിധം അപ്പൊ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ആയുര ആരോഗ്യത്തോടെ എല്ലാവർക്കും. ഇതൊരു അസ്മാബീവി ഉണ്ടായിരുന്നു, നമ്മളിവിടെ പഠിച്ചു ഓർക്കുന്നല്ലേ. ഹനീസായൊക്കെ നന്നായി. ഇസ്മായില് ഇല്ലായിരുന്നു, നമ്മളോട് പഠിച്ച ഒരു ഇസ്മായിൽ ഉണ്ടായിരുന്നു. ഒരു ജയചന്ദ്രൻ, ജയചന്ദ്രൻ ഇല്ല, കുപ്പായപ്പള്ളി വെച്ചില്ലേ? ഞാൻ മാത്രം കാരണം എന്താണെന്നറിയാമോ? 9-ലാണോ 8-ലാണോ എന്നെ സ്കൂൾ ലീഡർ ആക്കിയിട്ടെങ്കിൽ പിരിയം പഠിച്ചോണ്ട് അവിടെ വെച്ച് വെച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്നും 10-ലില്ലായിരുന്നു. അങ്ങനെയുള്ള ചിലരെയൊക്കെ ഓർക്കുന്നത്. പിന്നെ നമ്മുടെ ഗിരിജാകുമാരി ഉണ്ട് അല്ലേ, വിജയകുമാരി. ഇങ്ങനെ ഇനി ഒത്തിരി പേരെ ഉണ്ട് ഓർക്കാനായിട്ടൊക്കെ. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഇന്നത്തെ ദിവസം റെഡിയാക്കി നമുക്കത് ഈ സ്ക്രീനിലൊന്ന് പ്ലേ ചെയ്യാം. അപ്പത്തേക്ക് റിനുവിനെ നൈസാമിനെ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കൊരു വെൽക്കം കമ്മിറ്റി നമ്മുടെ മുറ്റത്ത്. പക്ഷേ ബഹ്റൈനിൽ ഞാനിരുന്നു ഓർമ്മതൻ കൂട്ടിൽ. മാത്യു ജൂബിലി ബീജു കൂട്ടുകാരെ, അനീസ സിന്ധു ദീപ ഷീന ബീന ഷൈനി സുരേഷ് രാജേഷ് രവി ബീജു മിനി മോൾ അതിൽ വരുന്നുണ്ട്. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അതിൽ ബെറ്റിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മെയിൻ ആയിട്ട് വരേണ്ട ആള്. ബെറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഷീനയും സിസ്റ്റർ നമ്മള് മിനി ഉണ്ടല്ലോ, പുള്ളിക്കാരിയോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ ബെറ്റി? ഷീന
താങ്ക് യു. അടുത്തത് ഒരു വെൽക്കം കമ്മിറ്റിയും ഒരു ഇൻവിറ്റേഷൻ അങ്ങനെയുള്ള ഒരു സെക്ഷൻ, സോറി റിസപ്ഷൻ, അങ്ങനെ ഒരു സബ് കമ്മിറ്റി നമുക്ക് വേണം. ഹനീസയ്ക്ക് ഉള്ളത്ര ഒരു ഹോൾഡ് എന്നെയൊക്കെ ഇതിന്റെ അകത്ത് തപ്പി പിടിച്ചോണ്ടെന്ന് ഹനീസ കേട്ടോ. അപ്പൊ അതും ഓക്കെ ആകാം എന്ന് വിചാരിക്കുന്നു അല്ലേ. നെക്സ്റ്റ് ഫുഡ് കമ്മിറ്റി. നമുക്ക് അന്നത്തെ ഇവന്റിന് ഫുഡ് വേണം. വേറെയും നമുക്കൊരു ചാരിറ്റി ലെവലിലും ഒക്കെ എങ്ങനെയാണെങ്കിലും ഫുഡ് എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷൻ നമുക്ക് വേണം. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് സുരേന്ദ്രൻ അപ്പാപ്പി എവിടെ? ഓക്കെ പറഞ്ഞോ, പോയോ? ഓക്കെ അല്ലേ? സുരേന്ദ്രനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഷൈനി വേണം. പിന്നെ നൈസാം 5, രാജേഷ്, എന്ത് രാജേഷ് 6, സുരേന്ദ്രൻ അപ്പാപ്പി. അപ്പോൾ ഇവിടെ നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം പങ്കുവെച്ചോണ്ട് ഞാനിവിടെ ഇരിക്കാം. ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവിടെ ഞാൻ ബിജുവാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടു. വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ച് ചെയ്യാം. വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. നമ്മളെല്ലാവരും ഇതിലെ സംഘാടകരാണ്. ഇതിനെ ചുക്കാൻ പിടിച്ച ആൾക്കാരൊക്കെ എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വാസ്തവത്തില് ഒരു 40 കൊല്ലം മുന്നേ ഉള്ള മനസ്സോടുകൂടിയാണെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ആരെക്കാളും മുകളിലുമല്ല താഴെയുമല്ല, എല്ലാവരും ഒരേപോലെ കുസൃതിയും കുഞ്ഞായ്മയും സ്നേഹവും എല്ലാം ചേർന്ന കളിച്ചിരിയും എല്ലാം ചേർന്ന ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. 40 കൊല്ലം മുന്നേ ഒരു സ്കൂളിൽ പഠിച്ചു. ഇവ ഓരോരുത്തരും പറഞ്ഞു വരുമ്പോഴേ എല്ലാവരും പലരും അമ്മമാരും അമ്മൂമ്മമാരും എല്ലാമായി. കൊച്ചുമക്കളൊക്കെ ഇപ്പൊ അമ്മൂമ്മ ഓൾഡ് സ്കൂളിന്റെ മീറ്റിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞായിരിക്കും പറഞ്ഞു വിടുന്നത്. എനിക്കാണെങ്കിലും വീട്ടില് നിരന്തരമായിട്ട് ഈ കളിയാക്കൽ കേട്ടോണ്ടിരിക്കുകയാണ്. അമ്മ ഓൾഡ് സ്കൂൾ ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം അമ്മ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. ഇന്നലെയാണ് ഇങ്ങനെ പോന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മ കൊള്ളാവുന്ന വല്ല ഫീസും ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാൻ വിളിച്ചോണ്ട് പോരെ, കുഴപ്പമില്ല. പഴയ കക്ഷികളായിട്ട് കാണുകയല്ലേ, കൊള്ളാം ഐറ്റംസ് ഉണ്ടോന്നൊക്കെ നോക്കണോന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ന്യൂജനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇത്തരം ഒത്തുചേരലുകളൊക്കെ അവരൊരു വളരെ മനോഹരമായ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. നൈസാം രംഗപ്രവേശം ചെയ്തെന്ന് തോന്നുന്നു. ഇല്ല, നൈസാം വന്നിരുന്നുവെങ്കിൽ അപ്പൊ ഞാൻ മൈക്ക് മാറ്റുമായിരുന്നു. കാരണം നൈസാമിനെ കൂടി നമുക്ക് നമ്മള് പറയുന്ന നൈസാമെത്തി കുഴപ്പമില്ല. നൈസാമ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ മൈക്ക് മാറ്റാം. നൈസാം നൈസാമി നിന്റെ മുഖത്തല്ലയുടെ അംശം മാത്രമേ കാണത്തുള്ളൂ. നീ മുഴുവനായിട്ടൊന്ന് പ്രത്യക്ഷപ്പെടും. ബ്ലോക്കായിരുന്നു. നമുക്ക് അന്ന് ബ്ലോക്ക് എന്നൊന്നും പറയാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ പറയും വരുന്ന വഴിയിൽ തെന്നി വീണു, കൊടയൊടിഞ്ഞു പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തുണ കണ്ടുപിടിച്ചുകൊണ്ട് ബസ് വിട്ടുപോന്നു, വൈകി വരികയും വൈകി വന്നേച്ച് വൈകി തിരിച്ചു പോവുകയും ആ ഒരു വഴിയില് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ നമ്മൾ കണ്ടെത്തുകയും നമ്മളെല്ലാവരും ഒത്തുചേർന്നിരുന്ന് അതിനെ ആസ്വദിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെയും നമ്മുടെ ഇവിടുത്തെ ഈ കൂട്ടുചേരലിന്റെയും ഏറ്റവും വലിയ സൗന്ദര്യം. ആ സൗന്ദര്യത്തെയാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിശന്നിരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ അധിക പ്രസംഗമാകുമെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. കുറെ ആൾക്കാരെല്ലാം ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്റെ കഴിവല്ല. നമ്മുടെ ഹനീസായ അതുപോലെ ഒരുപാട് ആൾക്കാരെല്ലാം
ഓരോരുത്തരെ തേടി പിടിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ ആൾക്കാരെ തരും. അത് ആഡ് ചെയ്ത് എല്ലാവരെയും വിളിച്ചു നമ്മൾ ഇത്രയും പേരെ ഒന്ന് ആക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് സാധിക്കൂ എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി വെവ്വേറ്റെടുത്ത മാത്യുവിനെ നമ്മളെ കൃതജ്ഞതപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ ജൂബിലി, പ്രദീപ്, അതുപോലെ ഇതിനു വേണ്ടി സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിരിക്കുന്ന ജൂബിലിക്കും ജൂബിലിയുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മളോട് എല്ലാം വന്ന് സഹകരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒരു കാര്യമാണ്. എത്രയെല്ലാം ദൂരങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരം, ചെന്നൈ എന്ന് വേണ്ട എല്ലാ ദൂരങ്ങളിൽ നിന്നെല്ലാം വന്ന് നമ്മളോട് സഹകരിച്ച എല്ലാം വന്ന് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എല്ലാ ബാക്കി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കടമ നിർവഹിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നിലനിർത്തിയത് നമ്മുടെ രാജേഷാണ്. അപ്പൊ രാജേഷിന് എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം എല്ലാ ദിവസവും ഈ ഗ്രൂപ്പില് രാവിലെ മുതൽ രാത്രി 12 മണി വരെ രാജേഷ് ഗ്രൂപ്പിൽ വളരെ സജീവമാണ്. എല്ലാവരും തമ്മിൽ കണക്ട് ചെയ്ത് രാജേഷാണ്. നമ്മുടെ രാജേഷിന്റെ പ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. താങ്ക് യു. മിനി എന്തെങ്കിലും ഒന്ന് രണ്ട് സന്തോഷം. എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം സഫലമായി. അന്നമ്മയുടെ തൊട്ടപ്പുറത്തേക്കുന്നത് വിജയകുമാരിയാണ്. അല്ല, ഓക്കെ. റിനു നൈസ്. മിനി, നമ്മൾ അടുത്തത് കാര്യപരിപാടി ഫുഡിലേക്ക് പോവാണ്. അപ്പൊ അതിന് മുന്നേ ഒരു 2 വാക്കുകൂടെ ഒന്ന് കൺക്ലൂഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? കണ്ടോ? കണ്ടോ? സോറി, നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നീണ്ട 40 വർഷക്കാലം ഇന്നലെ കഴിഞ്ഞു പോയി ഒന്ന് തോന്നിപ്പിക്കുന്ന ഈ സമാഗമത്തെ സത്യത്തിന് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. ഇതേ രീതിയിൽ എല്ലാവരും വന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തൊക്കെയോ എവിടേക്കോ എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോയ നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവസം ഒരു തിരിച്ചെടുക്കലിൻ്റെതായി ഇറങ്ങിയെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ ഒരു റീയൂണിയന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച പ്രിയ കൂട്ടുകാരില് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കാതെ പോയവരെ, പ്രത്യേകിച്ച് റിനു, നൈസ, നമ്മുടെ സിസ്റ്റർ മിനി, അങ്ങനെയുള്ളവരെ ഞാൻ പ്രത്യേകം വീണ്ടും ഓർക്കുകയാണ്. ഇന്നലെ ഇങ്ങനെ ഒരു പാട്ട് അയച്ചു തന്നപ്പോ അത് കേട്ട് കഴിഞ്ഞപ്പം ആ സമയത്ത് അത് വളരെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കേട്ടപ്പോ എനിക്ക് കണ്ണുനീര് വന്നു. അത് വെറുതെ നമ്മളൊരു തമാശക്ക് പറയുന്നില്ല, വല്ലാണ്ട് ഫീൽ ചെയ്തു. അപ്പൊ അതിൽ കൂടുതൽ നൈസാമിനോട് ഒന്ന് പറയാൻ താങ്ക് യു നൈസാം. അടുത്തതായിട്ട് നമ്മുടെ രാജേഷ് മുത്ത് ഇടയ്ക്കിടയ്ക്ക് തല്ല് പിടിച്ച് ഞാൻ പോയി പിടിച്ച് തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി രാജേഷ് എടുത്ത എഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്ലെസ് ആണ്. ഓരോരുത്തരെയായിട്ട് ഹനീസന്റെ നമ്പർ എടുത്തു. രാജേഷ് എത്രയോ പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്ത് രാജേഷിനോടും ഈ രാജേഷിന്റെ ഇത്രയും നിഷ്കളങ്കമായ സ്നേഹത്തിനും നമ്മള് എല്ലാ കാര്യങ്ങളും പരിശ്രമിച്ച യുവിയുടെ വൈഫിനും മക്കൾക്കും അവസാനമായി എത്രമാത്രം കഷ്ടപ്പെട്ട് ഓരോരുത്തരും വന്നെത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഊഹിക്കാം. ഇവിടെ എത്തിയ എല്ലാവർക്കും താങ്ക് യു. ഉമ്മ താങ്ക് യു. ഇനി അടുത്ത് നമുക്ക് ഫുഡിങ്ങിലേക്ക് പോവാം. ഫോട്ടോ സോറി റിനു, ഒരു പ്രാവശ്യം കൂടെ താങ്ക് യു. കണ്ണുനീരോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഭയങ്കര സന്തോഷത്തോടെ നീ കൂടുതൽ പറഞ്ഞ കരച്ചില്ല. സോറി. Betty, Anisa, Sindhu, Deepa, Sheena, Beena, Shiny, Suresh, Rajesh, Ravi, Biju, Mini, Mol, Sudharma. All my friends, all my friends. 40 വർഷങ്ങൾ ഓടി മറഞ്ഞല്ലോ, എല്ലാവരും വീണ്ടും ഒന്നിക്കും എൻ്റെ യാറിൽ.
JJMMHSൽ നമ്മുടെ മുറ്റത്ത്, പക്ഷേ ബഹ്റൈനിൽ ഞാനിരുന്നു ഓർമ്മതൻ കൂട്ടിൽ. മാത്യു, ജൂബിലി, ബീജു കൂട്ടുകാരേ. ഹലോ, വേറൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോഴത്തെ PTA പ്രസിഡന്റ് കൂടെയാ നവാസിക്ക. ഇവിടുത്തെ ബർബിയില് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് സമയങ്ങൾ വേണ്ട. Betty, Anisa, Sindhu, Deepa, Sheena, Beena, Shiny, Suresh, Rajesh, Ravi, Biju, Mini, Mol, Sudharma. All my friends, all my friends, all my friends, all my friends. 40 years have turned the page. Now you're all on that familiar stage. At JJMHS in Dyer's Son, our new story has begun. But from Bahrain I watch the screen, a world of worry in between. My heart is there across the phone with Matthew, Jubilee and all back home. Thank you.